ഹായ് സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കമ്പൈൻ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ കമ്പൈൻ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസും പിന്നെ അതിൻ്റെ അനാലിസിസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പൈൻ ഫൂട്ടിംഗ് എന്താണ്, നമ്മൾ മുന്നേ തിയറി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ഫൂട്ടിംഗ് സപ്പോർട്ടിംഗ് മോർ ദാൻ എ സിംഗിൾ കോളം ഓർ വാൾ ഈസ് കോൾഡ് കമ്പൈൻ ഫൂട്ടിംഗ്. അതായത് ഒന്നിൽ കൂടുതൽ കോളോ അല്ലെങ്കിൽ ഒരു വാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് എന്ന് പറയാം. അത് നമ്മൾ കൊടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില സർക്കംസ്റ്റാൻസസിൽ മാത്രമാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി കോളംസ് ആർ വെരി നിയർ ടു ഈച്ച് അതർ സോ ദാറ്റ് ദെയർ ഫൂട്ടിങ്സ് ഓവർലാപ്പ്. അതായത് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, ഇപ്പോൾ ഇതൊരു കോളം ആണെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് കോളത്തിൻ്റെ ഫൂട്ടിങ്ങും ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് രണ്ടിനും കൂടെ ഒരു കോമൺ ഫൂട്ടിങ് കൊടുക്കാം. അതൊരു കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ ഈസ് ലെസ് വിച്ച് റിക്വയേഴ്സ് മോർ ഏരിയ ഓഫ് ഫൂട്ടിങ്. അതായത് സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഏരിയ കൂട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കേസിൽ നമ്മൾ നമുക്ക് കമ്പൈൻ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കേസ് വെൻ ദ എൻ കോളം ഈസ് നിയർ ടു ദ പ്രോപ്പർട്ടി ലൈൻ സോ ദാറ്റ് ദ ഫൂട്ടിങ് കനോട്ട് ബി സ്പ്രെഡ് ഇൻ ദ ഡയറക്ഷൻ. അതായത് ഇതിപ്പോൾ ഒരു പ്രോപ്പർട്ടി ലൈനാണ്, ഇതിന് നിയറസ്റ്റ് ആയിട്ട് ഒരു കോളം വന്നു, പക്ഷേ നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ പ്രോപ്പർട്ടി ലൈനിൽ പുറത്തേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി ലൈനിൻ്റെ ഈ കോളം അടുത്തുള്ള കോളമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് അത്ര എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതാക്കി കൊടുക്കാൻ പറ്റും. ആ ഒരു കേസാണ് മൂന്നാമത്തെ വരുന്നത്. ഈ 3 കേസസിലാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് കമ്പൈൻ ഫൂട്ടിങ്സ് ആണ് റെക്ടാങ്കുലർ കമ്പൈൻ ഫൂട്ടിങ്. റെക്ടാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മളെന്ന് പറയുന്നത് റെക്ടാങ്കുലർ ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രാപ്പ് ഫൂട്ടിങ്ങും റാഫ്റ്റ് ഫൂട്ടിങ്ങും ഇത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീം ആൻഡ് സ്ലാബ് ടൈപ്പ് ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളം ഇങ്ങനെ രണ്ട് സൈഡിൽ കോളം വരുന്നുണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബീമിൻ്റെ താഴെ ഒരു കോളം ഫൂട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ബീം ആൻഡ് സ്ലാബ് ടൈപ്പ് ഫൂട്ടിങ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് കമ്പൈൻ ഫൂട്ടിങ്സ് ആണ് നമുക്ക് പഠിക്കാൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ടൈപ്സ് ഇത്രയാണെന്ന് പറയാനേ ഉള്ളൂ. പിന്നെ നമുക്ക് റെക്ടാങ്കുലറിൻ്റെയും ട്രപ്പീസോയിഡിൻ്റെയും കമ്പൈൻ ഫൂട്ടിങ്ങിൻ്റെ അനാലിസിസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രപ്പീസോയിഡൽ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലാണ് പ്ലാൻ വരിക. ദേ മേ ബി rectangular or trapezoidal in shape. The aim is to get uniform pressure distribution under the footing. അതായത് നമ്മൾ കമ്പൈൻ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മേജർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ ദ ഫൂട്ടിങ് നമ്മൾ എക്സെൻട്രിക് ഫൂട്ടിങ്ങിൻ്റെയൊക്കെ പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അപ്പോൾ ആ ഒരു കേസിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒരു കമ്പൈൻ ഫൂട്ടിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. The aim is to get uniform pressure distribution under the footing. For this, the center of gravity of the footing area should coincide with the center of gravity of the combined load of the two column. അതായത് ഫൂട്ടിംഗ് ആണ്, രണ്ട് കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് P1 ആൻഡ് P2. ഈ രണ്ട് P1 ആൻഡ് P2ൻ്റെ റിസൾട്ടൻറ്റും ഈ ഫൂട്ടിങ്ങിൻ്റെ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസ്, അതായത് യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇഫ് ദി കോളം ലോഡ്സ് ആർ ഈക്വൽ വി വിൽ ഗോ ഫോർ സിമെട്രിക്കൽ റെക്ടാങ്കുലർ കമ്പൈൻ ഫൂട്ടിങ്. അതായത് ഇപ്പോൾ കോളം ലോഡ്സ്, അതായത് നമ്മൾ കമ്പൈൻ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കോളത്തിലും വരുന്നത് ഈക്വൽ ലോഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്ടാങ്കുലർ സിമെട്രിക്കൽ കോളം കമ്പൈൻ ഫൂട്ടിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇൻ കേസ് ഒരു സൈഡിൽ കൂടുതൽ ലോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ
അൺസിമെട്രിക്കൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രപ്പീസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഫ് ദി എക്സ്റ്റേണൽ കോളം ഹാവിങ് സ്പേസ് ലിമിറ്റേഷൻ ക്യാരിങ് എ ലൈറ്റർ ലോഡ്, rectangular or trapezoidal footing with the reduced width under the exterior column may be provided. ഈ ഒരു കേസ് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിലുള്ള സ്പേസ് ലിമിറ്റഡും ആ സൈഡിൽ തന്നെ ഉള്ള കോളത്തിൽ വരുന്നത് ലൈറ്റർ ലോഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്താണ് റെക്ടാങ്കുലർ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാം അൺസിമെട്രിക്കലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ റെക്ടാങ്കുലർ ഫൂട്ടിങ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ടു എന്താണ് എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ് A1 ഇവിടെ എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ് A2 ആണെങ്കിൽ ഈ സെൻറ്റർ ടു എന്താണ് റിസൾട്ടൻറ്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ, അതായത് ഈ ഒരു P1 നിന്ന് റിസൾട്ടൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ അത് ലെസ് ദാൻ S/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കുലർ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്താണ്, ട്രപ്പീസോയിഡൽ ഫൂട്ടിംഗ് ആണ്. അതായത് ഈ ഒരു ഭാഗത്താണ് പ്രോപ്പർട്ടി ലൈൻ വരുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് സ്പേസ് റെസ്ട്രിക്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ലൈറ്റർ ലോഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ട്രപ്പീസോയിഡൽ ഫൂട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് വിഡ്ത്ത് കുറക്കാം. അതായത് ട്രപ്പീസോയിഡിൻ്റെ വിഡ്ത്ത് കുറവുള്ള സൈഡ് ലൈറ്റർ ലോഡ് വരുന്ന കോളത്തിൻ്റെ ഭാഗത്തോട്ട് ആക്കാം. അടുത്ത കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദി എക്സ്റ്റീരിയർ കോളം ക്യാരീസ് ദി ഹെവിയർ ലോഡ്. നേരത്തെ ലൈറ്റർ ലോഡാണ് എക്സ്റ്റീരിയർ കോളം ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് വിഡ്ത്ത് ആ ഭാഗത്ത് കുറച്ച് കൊടുത്തു. പക്ഷേ എക്സ്റ്റീരിയർ കോളത്തിനാണ് ഹെവിയർ ലോഡ് വരുന്നുണ്ടെങ്കിൽ വൈഡർ എൻഡ് ഓഫ് ദി ട്രപ്പീസോയിഡ് ഫൂട്ടിംഗ് ഷുഡ് ബി ലൊക്കേറ്റഡ് അണ്ടർ ദി എക്സ്റ്റീരിയർ കോളം. അതായത് ഇവിടെയാണ് സ്പേസ് റെസ്ട്രിക്ഷൻ വന്നതെന്നുണ്ടെങ്കിൽ, ഇതാണ് എക്സ്റ്റീരിയർ കോളം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു അവിടെയാണ് കൂടുതൽ ഹെവിയർ ലോഡ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കവിടെ ആ ഭാഗത്ത് ട്രപ്പീസോയിഡിൻ്റെ വൈഡർ സൈഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോഡ് ടു R തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് എക്സ് ബാർ ഷുഡ് ബി ലെസ് ദാൻ S/2 എന്നുള്ള കേസാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഡിസൈൻ കൺസിഡറേഷൻസ് ഇൻ 2 കോളം ഫൂട്ടിംഗ് ആണ്. അതിൽ നമ്മൾ പ്ലാൻ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് 2 റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതിൽ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബേസ് ഏരിയ, അതായത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ സർവീസ് ലോഡ് ഡിവൈഡഡ് ബൈ ദി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്, ടോട്ടൽ സർവീസ് ലോഡ് ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർവീസ് ലോഡ് എന്താ വരിക, P1 + P2 + ∆P ആണ്. അതിൽ P1ഉം P2ഉം കോളത്തിൽ 1 and 2 കോളത്തിൽ വരുന്ന ലോഡ്സും, ∆P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ 15% ഓഫ് കോളം ലോഡ്സ് ഈക്വലൻറ്റ് ടു ദ വെയ്റ്റ് ഓഫ് ഫൂട്ടിംഗ് ആൻഡ് ബാക്ക് ഫിൽ. അതായത് ബാക്ക് ഫിൽഡേയും ഫൂട്ടിങ്ങിൻ്റെയും വെയ്റ്റിന് ഇക്വലൻ്റ് ആയിട്ട് എന്താണ് നമ്മളൊരു 15% കൂട്ടിയിട്ട് എന്ത് ചെയ്യും, കോളം ലോഡ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ∆P. അതാണ് ഒരു റിക്വയർമെൻറ്റ് വരുന്നത്. അടുത്ത റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ദി കോളം ലോഡ് മസ്റ്റ് പാസ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് ദി ഫൂട്ടിംഗ്. അപ്പോൾ ഫസ്റ്റ് കേസ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ ഡയമെൻഷൻസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എടുക്കുക. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്താണ്, സെൻട്രോയിഡ് ഓഫ് ദി ഫൂട്ടിങ്ങും അതുപോലെ തന്നെ കോളത്തിൻ്റെ റിസൾട്ടൻറ്റും ലോഡിൻ്റെ റിസൾട്ടൻറ്റും എന്ത് ചെയ്യുക, കോയിൻസൈഡ് ചെയ്യുക. അങ്ങനത്തെ കേസിൽ അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക, L ഷുഡ് ബി ഈക്വൽ ടു 2 × X ബാർ + A. അതായത് ഇത് ഫൂട്ടിംഗ് ആണ്, 2 കോളം. ഓക്കെ, ഇത് സെൻട്രോയിഡ് ആണ്,
ഇതാണ് എക്സ് ബാർ. അതായത് ഇതിൻ്റെ സെൻറ്റർ ടു റിസൾട്ടൻറ്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഏരിയൻ്റെയും റിസൾട്ടിൻ്റെയും ഈ റിസൾട്ടൻറ്റിൻ്റെയും എന്താണ് കോയിൻസൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താവണം, ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/2 ആവണം അല്ലേ. അപ്പോൾ എന്താ പറയാൻ പറ്റുക, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ഡാഷോ അല്ലെങ്കിൽ എയോ എന്താക്കി എടുക്കുകയാണെങ്കിലും നമുക്ക് എന്താ പറയാൻ പറ്റുക, എക്സ് ഡാഷ് പ്ലസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു L/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൽ ഷുഡ് ബി ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ എ ആണ് എടുത്തിട്ടുള്ളത്, എക്സ് ബാർ പ്ലസ് എ. അപ്പോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ് ബാർ പ്ലസ് എ അല്ലെങ്കിൽ എക്സ് ഡാഷ്, നമ്മൾ എന്താണോ ആ ഒരു ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളത് എടുക്കാം. അപ്പോൾ എൽ എന്താണ് 2 ഇൻറ്റു എക്സ് ബാർ പ്ലസ് എ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഡയമെൻഷൻ കിട്ടി. എന്നാൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് അടുത്ത ഡയമെൻഷൻ ബി കണ്ടുപിടിക്കാം. നമുക്ക് എന്താണ് ഓൾറെഡി എ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് കേസ് വരുന്നത് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ. ട്രപ്പീസോയിഡൽ ഫൂട്ടിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് B1ൻ്റെയും B2ൻ്റെയും വാല്യൂ നമ്മൾ എന്താണ് ഈ രണ്ട് റിക്വയർമെൻറ്റ്സിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അടുത്ത ടോപ്പിക്ക് വരുന്നത് അനാലിസിസ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് കൺസിഡർ ചെയ്യുക. അതിന് നമുക്കറിയാം എന്താണ് ഒരു അപ്വേർഡ് പ്രഷർ ഉണ്ടാവും, ഒരു ബേസ് പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ സോയിൽ പ്രഷർ എന്താണ് അപ്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാവും. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഈ ഒരു അതായത് ഈ ഒരു ഫൂട്ടിങ് ഒരു ബീമായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ ബീം രണ്ട് കോളത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് കോളത്തിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബീമായിട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ എന്ത് വരിക, ഈ ഒരു ഫൂട്ടിങ് വരിക. ഇൻ ദി അതർ കേസ് എന്താണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഫൂട്ടിങ് ഒരു കാൻഡിലിവറായിട്ട് ഈ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണുള്ളത്. ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഡിഫ്ലക്ഷനാണ്. അതായത് ഈ ബീം ഈ കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബീമായിട്ടാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക ഇൻ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ബീമായിട്ടാണ് എന്ത് ചെയ്യുക ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഫൂട്ടിങ് നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ അതൊരു കാൻഡിലിവറായിട്ട് ഈ കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ഇതിലൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് C1ഉം C2ഉം കോളംസിൻ്റെ നെയിംസ് ആണ്. അതേപോലെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കോളത്തിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. P1 P2 ലോഡ്സ് ഓൺ C1 ആൻഡ് C2 റെസ്പെക്റ്റീവ്ലി. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എക്സ് ബാർ അതേപോലെ ഇവിടെ എക്സ് ഡാഷ് ഈ ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻ ലോഡ് അതായത് എന്താണ് ആർ. ഇപ്പോൾ ഇവിടെ ആർ എന്നുള്ള ഇവിടെ ആർ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതായത് P1ൻ്റെയും P2ൻ്റെയും റിസൾട്ടൻ്റ് ആർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആറും എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് ആണ് എന്ത് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ദ റിസൾട്ടൻ്റ് ഓഫ് ദി ലോഡും എന്താണ് കോളം C1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്താണ് എക്സ് ഡാഷ് ആണ്, എക്സ് ബാർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു PS ഇൻറ്റു എസ്. PS ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ എസ് രണ്ട് കോളംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2. അതിൽ G എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി അറ്റ് L/2. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു L/2ലായിരിക്കണം ഈക്വൽ ആവുക. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഡാഷ് ബൈ എക്സ് ബാർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ എ എന്നതിന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക എക്സ് ഡാഷ് ബൈ എ. എന്തായാലും ആ ഒരു ഡിസ്റ്റൻസ് എന്താണോ ഡിനോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എഴുതാം.
അടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട, അതായത് നമ്മളിപ്പോൾ നേരത്തേക്ക് ഡിസൈൻ ചെയ്തപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ നോക്കി അത് ഏത് ഡിസ്റ്റൻസിലാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോൾ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ അതായത് 3 ക്രൈറ്റീരിയ വെച്ചിട്ട്, അതായത് ഫ്ലെക്ചർ വെച്ചിട്ടും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് 1 വേ ഷിയർ വെച്ചിട്ടും 2 വേ ഷിയർ വെച്ചിട്ടും ഈ 3 കേസുകളും എന്താണ് ഈ കമ്പൈൻഡ് ഫൂട്ടിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 3നും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് C1 എന്നുള്ള കോളം, C2 എന്നുള്ള കോളം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരുന്നത് ഐദർ അറ്റ് ദി ഫേസ് ഓഫ് ദി കോളം, അതായത് കോളത്തിൻ്റെ ഫേസിൽ. നമ്മൾ അതിലും ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫേസ് ഓഫ് ദി കോളം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് നിയർ ദി മിഡ് സ്പാൻ, അങ്ങനെ ഈ 2 കേസസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് ഓഫ് ദി കോളം ഇപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ 4 സെക്ഷൻസ് വരും. അതായത് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ വരും, ഈ ഒരു സെക്ഷൻ വരും, പിന്നെ C2ന് അറൗണ്ടായിട്ട് ഇങ്ങനെ 2 സെക്ഷൻ വരും. അങ്ങനെ 1 2 2 3 3 4 4 എന്നുള്ള 4 സെക്ഷൻസ് എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻസ് ആയിട്ട് വരും. ബെൻഡിങ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പോർഷനിലാണ് എന്ത് ബെൻഡിങ് മൊമെൻറ്റ് കൂടുതലായിട്ട് വരാം. അപ്പോൾ ആ ഒരു ഫെയിലർ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വേ ഷിയർ ആണ്. ഓക്കെ, 1 വേ ഷിയർ. അപ്പോൾ മറ്റേലെ പോലെ തന്നെ എന്താണ് ഡി ഡിസ്റ്റൻസ് ഫ്രം ദി ഫേസ് ഓഫ് ദി കോളത്തിലാണ് 1 വേ ഷിയറിലും ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അതായത് ഈ ഒരു സെക്ഷൻ ഡി ഡിസ്റ്റൻസിൽ വരുന്ന ഈ ഒരു സെക്ഷനാണ് എന്ത് ഇവിടെ വരുന്നത്. അതേപോലത്തെ 2 കോളത്തിൻ്റെ സൈഡിലായിട്ടും ഉണ്ട്. അതായത് ഈ ഒരു കോളത്തിൻ്റെ ഫേസിൽ നിന്ന് ഡി ഡിസ്റ്റൻസും രണ്ടാമത്തെ കോളത്തിൻ്റെ ഇതിൽ നിന്ന് ഡി ഡിസ്റ്റൻസും ആണ് എന്ത് വരുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് 1 വേ ഷിയറിൻ്റെ കേസിൽ. ഇനി 2 വേ ഷിയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഹെവിയർ കോളത്തിൻ്റെ കേസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് എന്താണ് ആ ഒരു ഹെവിയർ കോളത്തിൻ്റെ അവിടെയാണ് പഞ്ചിങ് അല്ലെങ്കിൽ 2 വേ ഷിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ആ ഒരു കോളത്തിന് എറൗണ്ടായിട്ട് ഇങ്ങനെ എറൗണ്ടായിട്ട് D/2 ഡിസ്റ്റൻസിലാണ് എന്ത് വരുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, അതാണ് ഈ 3 കേസസ് ഓഫ് ഫെയിലിയേഴ്സ് വരുന്നത് ഈ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊരു ബീമായിട്ട് ഒരു വിഡ്ത്തുള്ള ഒരു ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളൊരു കാൻഡിലിവർ കോളത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത്.